സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർ കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാറിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെപ്പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാറിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവെപ്പു ജീവനിൽ ജീവനിൽ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർ കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നൈസ് മോളോ. വെരി ഗുഡ് വെരി ഗുഡ്. ഹന ചേച്ചി സൂപ്പർ ആയിരുന്നു ഹന. ചേച്ചി ജോൺസൺ മാഷിന്റെ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? സെലക്ഷൻ ഭയങ്കര ടഫ് ആയിരുന്നോ? കൊറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആണോ? പിന്നെ അത് പാടിയാൽ മതിയായിരുന്നല്ലോ. ഏത് കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ. ആ ശരിയാണല്ലോ, അത് പാടിയാൽ അത് മതിയായിരുന്നു. ജോൺസൺ മാഷല്ലേ മ്യൂസിക്? അല്ല പിന്നെ ആരാ? ജോൺസൺ മാഷിന്റെ ഫ്രണ്ട്. അതെ അതെ അതെ. അല്ല അത് ആരാണ്? കൺഫ്യൂഷൻ ചേർക്കണമേ മ്യൂസിക് ഡയറക്ടർ ആരാണ്? MC ശ്രീകുമാർ സാർ.
ചെന്നൈയില് ആ ടി നഗർ ഏരിയയിലേക്ക് വന്നു പോകരുത്. ശരിയാക്കും അവിടെ. വിദ്യ വിദ്യാസാഗർ sir. ആ വർഷം അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ ഏരിയ കണ്ടുപോരുത്. MG ശ്രീകുമാർ sir. അടിച്ചാ പറഞ്ഞ അവള്. ഓ, എന്റെ അമ്മോ. അതിലൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അവൾക്ക്. നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞപ്പോ ഞാൻ ഒരു ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ആ നീ എന്താ ഷാൻ റഹ്മാനെ പറയാതിരുന്നത്? ചമ്മടി ആ കണ്ണി. കാലഘട്ടത്തിൽ ഷാൻ റഹ്മാൻ ജനിച്ചിട്ടില്ല. ഓ, കൺഫ്യൂഷൻ തീർക്കണോ കാലഘട്ടത്തിൽ ഈ ഇത്ര വലിയ മനുഷ്യൻ. കൊച്ചായിരുന്നു. ആ, എത്ര ഉണ്ടായി കാണും പൈസ? അല്ല അത് പോട്ടെ തിരുത്താൻ അല്ല, നിൽക്കണ്ട. നിക്ക് നിക്ക് നിക്കട്ടെ. അല്ല, നിക്ക് അതാണ് അതാണ് അവിടെ ശരിയാ. കുറ്റം പറയും. വളരെ കൊച്ചായിരുന്നു. സ്കൂളിൽ പഠിക്കായിരുന്നു. സംരംഭത്തിലെ പാട്ടുകൾ കേട്ടാണ് ഞാൻ വളർന്നത്. പോരെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. അല്ല, ചോദിക്കുന്നതിന് പാറു 2 ലൈൻ പാടും. അവിടെ നിന്ന് പാടുന്നതാണ്. പാറു പ്ലീസ് പാറു. സ്വർണ്ണ മുകിലേന്നെങ്കിലും പാടാ. സ്വർണ്ണമുകിലേ. അത്രയും മതി. അത്രയും മതി. അല്ലെങ്കിൽ സ്വർണ്ണ മഴവില്ലേന്നെങ്കിലും പാടിയാൽ മതി. സ്വർണ്ണമുകിലേ. എനിക്ക് പേടിയാവുന്നു ഈ പാട്ടൊക്കെ ഇല്ല, പാടാൻ. കണ്ണടച്ചോ. കണ്ണടച്ച്. സ്വർണ്ണമുകിലെ മാത്രം മതി. സ്വർണ്ണ Come on. സ്വർണ്ണമുഖിലേ. വാ, 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 വാ. ഗുഡ് ഗുഡ്. ആസാദടി ഞെട്ടിച്ച്. ഓ പാറു. ഇത് വെറും ഒരു വാക്ക്. ഇനി ഒരു ഫുൾ പാട്ട് ഞാൻ പാടും. എന്നാ പിന്നെ ഇതിന്റെ ബാക്കിയോട് അല്ല, പാടും. ഇപ്പഴല്ല പിന്നെ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? കമാൺ. അത് പിന്നെ സ്വപ്നം കാണാറുണ്ടോ? ഷാനിക്ക ഇപ്പൊ 10 വയസ്സ് എത്തിയിട്ടുള്ളൂ. ബാക്കി ഞാൻ പറയിപ്പിക്കണം. വേണ്ട വേണ്ട പോട്ടെ. ഓക്കെ, എന്നാ നമുക്ക് ചോദിക്കാം. ആ, ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സർ. ശരത് sir. എന്താ എപ്പോഴും ശരത് സാറിന്റെ പേര് പറയുന്നേ ഫസ്റ്റ്? ഭയങ്കര ചിൽ മനുഷ്യനാണ്. അപ്പൊ എന്താ MG സാർ ചില്ലല്ലേ? അല്ല, സാറും എന്നെ അത്ര chill ആണ്. ഗൗരവമില്ല. അയ്യോ അല്ല, എനിക്ക് നിങ്ങൾ 4 പേരും ഒരേപോലാണ്. പക്ഷെ ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ ചില്ല. അല്ല, ഷാൻ റഹ്മാൻ സർ നമ്മള് കൂടെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആ, ക്യാരക്ടർ. നമ്മളിൽ ഒരാള്. ആ ഒരു കൊള്ളത്തില്ലവനെ. ആ ഓക്കെ, അപ്പൊ ഞാൻ തന്നെ നല്ലത്. ഇതാണ് ഷാൻ റഹ്മാൻ വരുമ്പോ ഉള്ള തീം. കിഴഞ്ഞ് പാൽക്കുപ്പിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങള് വിഷമിച്ചവിടിരിക്കുമ്പോ സാർ ഞങ്ങള് നോക്കിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ തന്നെ കണ്ണൊന്നും ചിമ്മാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ സൈക്കോ ഒക്കെ ചിരിക്കത്തില്ല. ആരെ ശരത് സാറാണോ? ശരത് സാറോ? അല്ല, അത് ആര് ചിരിക്കുന്ന പോലെ. സൈക്കോ. സൈക്കോ. എങ്ങനെയാ? ഒന്നുകൂടെ. അപ്പൊ ഞാൻ ഒരു സൈക്കോ ആയതുകൊണ്ടാണോ നീ എന്റെ അടുത്ത് ചോദിക്കുന്നത്? സൈക്കോ അല്ല, ആ. ആ ചിരി അതുപോലെ. സാറിന് ചേരുന്നുണ്ട്. അതെ, കറക്റ്റ്. ശരിക്കും ഈ സൈക്കോ ആളുകളൊക്കെ എങ്ങനെയാ? അല്ലല്ല, പാറു, എനിക്കത് മനസ്സിലായില്ലടി. അതാ ഇതിങ്ങനെ സൈക്കോയെ പോലെ ചിരിച്ചോണ്ടിരിക്കും. അത് പക്ഷെ സാറിന് ചേരുന്നുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സാറ് ഇപ്പം ചിരിച്ചോണ്ടിരുന്ന നമ്മള് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കിയ സാർ ഇങ്ങനെ തന്നെ ഇരിക്കും. കാര്യം നീ മറ്റേ കണ്ണാടി ഇട്ടിരുന്നില്ലേ? അപ്പൊ എന്നെ നോക്കാണോ ആരോ നോക്കാന്ന് അറിഞ്ഞോണ്ട് അതുകൊണ്ടാ ഞാൻ എന്താ നോക്കിയേ. അയ്യോ, ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കും. കുറച്ചുകൂടി അത് ഈ വൈഡ് പിള്ളേരെല്ലാം നോക്കി ചിരിക്കുക എന്നെ നോക്കിയിട്ട്. രസമല്ലേ? നിങ്ങൾ വന്ന് ചില്ല് ചെയ്യാനാ. അതെ. മക്കളെ, ഉഗ്രം പാട്ട്. അതാദ്യം പറയട്ടെ. അസാധ്യ സെലക്ഷൻ. 1000 മാർക്ക് നിനക്ക്. 1000 സെലക്ഷൻ. ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. മോള് നന്നായിട്ട് പാടിയതാ കേട്ടോ, നന്നായിട്ട് പാടി. പിന്നെ എൻ്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരണം ഈ സൈക്കോയുടെ. നമ്മുടെ ഈ ആലാപ്പിൽ ആ തേർഡ് ഒന്ന് പാടിത്തരാമോ? നീ ആ നൈസ്. അത് കേൾക്കാനൊന്ന് പാടിച്ചതാ. അതിൽ വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ മോളെ അത് ഓടെ കുറച്ചു നേരം നിൽക്കി, എന്നിട്ട് മറ്റേ ഓടിവ്. ആ പിന്നെ വർഷസന്ധ്യ.
ആ കുറച്ചുകൂടെ തള്ളിക്കോ. അതിനൊക്കെ കുറച്ച് ക്ലാരിറ്റി ആവാം. ഈ സ്വപ്നം കാണാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബൃഹ ഇല്ലേ, അത് പാടിയതല്ലോ നീ. സ്വപ്നം അതല്ല. സ്വപ്നം കാണാറുണ്ടോ ആ നീയും നീയും സ്വപ്നം കാണാറുണ്ടോ. സ്വപ്നം കാണാറുണ്ടോ. ആ ഇതൊരു പാട്ടടാ. അപ്പൊ ഇതെന്താണ് പാടാത്തെന്നുള്ളത് ചുട്ടടി തരും. അപ്പൊ ഇത് എന്തൊക്കെയാലും ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നാണ്. സല്യൂട്ട്. താങ്ക് യു സർ. താങ്ക്സ് സുമത്തെ. താങ്ക് യു സർ. സ്വപ്നം കാണാറുണ്ടോ? കാണാറുണ്ട്. ഉണ്ടോ? ഉം. ഇപ്പൊ ലാസ്റ്റ് കണ്ട സ്വപ്നം? ലാസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതിന് മുമ്പ് കണ്ടെന്തോ? ഏതെങ്കിലും ഒരെണ്ണോ? അല്ല ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്വപ്നം പറ നിന്റെ ആ സ്റ്റൈലിൽ. ഞാൻ എന്റെ ഓർമ്മയിലുള്ളത് ശ്രേയ ചേച്ചീനെ പാമ്പ് കൊത്തുന്ന ഒരു സ്വപ്നം. എന്റെ ദൈവമേ, ശ്രേയ ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്തൊരു സ്വപ്നം അത്. ശ്രേയ നിനക്ക് സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടോ? കാവുകളിലൊക്കെ പോവാ ഒന്ന് നിരന്തരം. പ്രാർത്ഥിച്ചേക്കിട്ടാ. ചേച്ചി അല്ല, ഞാൻ ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഇവിടെ പാമ്പുണ്ട് അങ്ങനെ കണ്ടു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാം പറയും. അപ്പോഴാണേലും അവരെ വീട്ടില് അവിടെ വീടിന്റെ അടുത്ത് അവിടെ ആണേലും ഒരു നാഗത്തിന്റെ ക്ഷേത്രവും ഉണ്ട്. അപ്പം അതിന് മുന്നേ ആണോ ഹന കണ്ടത് സ്വപ്നം? അതിനും ഇതറിയുന്നതിന് മുന്നേ ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ നിക്കുന്നു. അപ്പം ചേച്ചി ഇങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ട് തൂക്കാനൊക്കെ ഇറങ്ങി. ചേച്ചി മുറ്റം ആ, തൂക്കാൻ. മുറ്റം തൂക്കാൻ. ആ മുറ്റം പക്ഷെ ഒരു കാട് പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ആ വീടിന്. ഓക്കെ. അപ്പത്തേനും അങ്ങനെ ചേച്ചി നിക്കുമ്പോ ഇവിടെ ഒരു കമ്പിക്കകത്ത് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ചേച്ചി ഭയങ്കര ധൈര്യത്തോട് നടന്ന് ഇല്ല ഇമാജിനറി വേൾഡിലാണല്ലോ ചേച്ചി എപ്പോഴും. എപ്പോഴും അതെ. അപ്പൊ അതെ. ആ സർപ്പത്തിന്റെ അടുത്ത് ഒരു പേടിയില്ലാതെ ഇങ്ങനെ നടന്നു ഹായ് പാമ്പ് പാമ്പ് അങ്ങനൊന്നും ഇല്ല. പക്ഷെ അതിനെ ഒരു ഇപ്പൊ ഞാനിപ്പോ കാണുവാണെങ്കിൽ എനിക്ക് അതിന്റെ അടുത്ത് പോവാൻ തന്നെ പേടി. അതായിരിക്കും. പക്ഷെ ചേച്ചിയാണേലും ഇങ്ങനെ ആ ശ്രേയ പാമ്പായിരുന്നു. നടന്ന് എന്നിട്ട് പോയിട്ട് എന്നിട്ട് അവിടെ തൂത്തിട്ട് അവിടെ തന്നെ നിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ സർപ്പം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തോ അപ്പഴത്തേനും ഞാൻ പറഞ്ഞു ചേച്ചി പാമ്പ്. പക്ഷെ ചേച്ചി കേട്ടില്ല, ഇമാജിനറി വേൾഡിലല്ലേ. അതെ. അപ്പഴത്തേനും ചേച്ചി ഇട്ട് കൊത്തുന്നു. അപ്പം അയ്യോ നഖമേ അയ്യോ നാഗമേ കൊത്തല്ലേ. കൊത്തല്ലേ സർപ്പമേ ഓടിപ്പോകും. എന്നുവെച്ചാ ഞാൻ ചേച്ചിയെ കാണുന്നതേ ഈ സീരിയൽ ആക്ട്രസിനെ പോലെയാ. ഓ അങ്ങനെ. അപ്പൊ അങ്ങനെയായിരുന്നു ഡയലോഗ് പറഞ്ഞത്. അയ്യോ സർപ്പമേ അയ്യോ കൊത്തല്ലേ. സർപ്പമേ. കൊത്തിക്കൊണ്ടിരിക്കുക, അത് നിർത്തുന്നില്ല. മരം കൊത്തിയോ? എനിക്കറിയില്ല. ഈ കൊത്തുന്നതിന്റെ ഇടയിൽ ഇത്രയും ഡയലോഗ് വന്നോ? അയ്യോ നഖമേ കൊത്തല്ലേ. അയ്യോ നാഗമേ കൊത്തല്ലേ. അയ്യോ നാഗമേ കൊത്തല്ലേ. കൊത്തരുതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നാഗത്തിന്റെ അടുത്ത് ഹൈലി റൊമാൻറ്റിക് ആയിട്ട് ഈ നാഗം ഡോണ്ട് ടച്ച് മീ. അല്ലടാ. ഞാൻ പറഞ്ഞില്ലേ. ആ എന്നിട്ട് ക്ലൈമാക്സ് എന്തായിരുന്നു? ക്ലൈമാക്സ് ഒന്നും ഇല്ല, തിരിച്ച് കൊത്തി. ഇപ്പൊ ഹന എവിടെ പോയി? ഞാനത് കണ്ടോണ്ടിരുന്നു. പിന്നെ പോയി ഒരാളെ പാമ്പ് കൊത്തി കൊല്ലുന്ന നീ നോക്കിക്കൊണ്ടുവന്നു. ക്രൂരേ. അല്ല ഞാൻ പറഞ്ഞു ചേച്ചി സൂക്ഷിക്കണേ. അപ്പൊ അത് കേൾക്കാത്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അത് ശരി. ചത്തോട്ടെന്ന് വിചാരിച്ച്. ഇതുപോലെ എന്തെങ്കിലും സ്വപ്നമാണ് ഞങ്ങളോട് ഷെയർ ചെയ്യണേ. വെരി ഇൻട്രസ്റ്റിംഗ്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. MG സർ. ഹന സർ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. കാരണം ഈ പാട്ടിനെ മറികടക്കാൻ മറ്റൊരു പാട്ടുണ്ടോ എന്ന് എന്റെ സംശയം ഈ ജോണറിൽ. താങ്ക് യു. കാരണം മറ്റൊരു പാട്ടുണ്ട്, പക്ഷെ ഈ ജോണറിൽ കാരണം ജാനകി അമ്മയുടെ ആലാപനവും ജോൺസേട്ടൻ്റെ സംഗീതവും അതുപോലെ തന്നെ ഭാസ്കരൻ മാസ്റ്റർ കുറച്ച് വരികളെ കാണത്തുള്ളൂ, പക്ഷെ ബ്യൂട്ടിഫുൾ ലിറിക്സ് ആയിരിക്കും. അപ്പം മോൾ ഈ പറഞ്ഞ പോലെ തന്നെ ശരത്ത് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് എല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല. അത് നന്നായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരുന്നേനെ. പക്ഷേ മോടെ പാട്ടിലൊരു ഇന്നസെൻസ് ഉണ്ട് കേൾക്കും, മോടെ ശബ്ദത്തിൽ. അതാണ് ഏറ്റവും വലിയൊരു സുഖം, മോടെ ഒരു പ്ലസ് പോയിന്റ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പെർഫെക്ഷനും ബാക്കി എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. ഓക്കെ, ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് താങ്ക് യു ബ്ലെസ് യു. സർ. താങ്ക് യു സർ. ചേച്ചി ഹന മൊഞ്ചത്തിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു മാം.
സുന്ദരമായിട്ട് പാടി. താങ്ക് യു എനിക്ക് മോളുടെ പാട്ടിൽ ആ നിഷ്കളങ്കത ത്രൂ ഔട്ട് ദ സോങ് തോന്നി. നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആ വിണ്ണിൻ വീഥിയിലൊക്കെ പാടുമ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും ആസ്വദിച്ച് പാടി. മോൾ ആ പാട്ട് ആസ്വദിച്ച് പാടി. ബാക്കി സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്തത്. അല്ലാതെ വോയിസും മോളുടെ ഒരു ഫീലും മനോഹരായിരുന്നു. എന്തായാലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഹനയില്. ഇനിയും മുന്നോട്ട് നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് പാടുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ക്യാപ്റ്റൻ ഹന, സർ. വാട്ടെവർ, ഐ ആം പ്രൗഡ് ഓഫ് ഹിം. താങ്ക് യു സർ. എം ജി സാർ പറഞ്ഞ പോലെ മോളുടെ വോയിസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഒരു ഇൻബിൽട്ട് ഒരു ഇന്നസെൻസിന്റെ ഒരു സംഭവം ഇങ്ങനെ ത്രൂ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻബിൽട്ട് ഫീലും ഉണ്ട്. ഒരു ഭയങ്കര ഫീലാണ് മോൾ പാടുന്നത് കേൾക്കാൻ. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു, അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് പേടിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank നന്ദി, you, sir. നമസ്കാരം. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സർ, എത്ര മാർക്ക് കിട്ടും? അതിനെ സ്വപ്നം കണ്ടൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ആളല്ലേ? എത്ര മാർക്ക് സ്വപ്നം കണ്ടു? അല്ല, ഇന്ന് ഇത് പാടുന്നതായിട്ടും സ്വപ്നത്തിൽ എം ജി അങ്കിള് മാർക്ക് തരുന്നതായിട്ടൊക്കെ കണ്ടത് എത്ര കണ്ടു കാണും? പറഞ്ഞോ? 10. എന്താ അവള് പറഞ്ഞത്? 10 മാർക്ക്. എന്നാ പിന്നെ നമുക്ക് ഫോൺ ചേട്ടാ. മോളെ, 10-20 വർഷമായി ഈ പണി തുടങ്ങിയിട്ട് കേട്ടോ. ഇന്ന് വരെ ഇങ്ങനെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സ്വപ്നം കണ്ടതല്ലേ ചോദിക്കാം. സ്വപ്നത്തിൽ അവള് 10 കണ്ട സാർ. അതാണ്. പക്ഷെ എന്റെ സ്വപ്നത്തിൽ കണ്ട 8, അയ്യോ, 9. താങ്ക് യു സർ. ഹാപ്പിയായി. സൈക്കോ ശരത് സർ. അയ്യോ നാഗമേ കൊത്തല്ലേ, അയ്യോ നാഗമേ കൊത്തല്ലേ, അയ്യോ നാഗമേ കൊത്തല്ലേ, നാഗമേ കൊത്തല്ലേ. 9 മാർക്ക്. ഓക്കെ ചേച്ചി. ഹന, മോളുടെ മാർക്സ് ദാ ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 18. സൂപ്പർ. ബൈ. സൂപ്പർ.